ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ലഡു അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോയിലോട്ട് പോകാം. ആദ്യം ബൂന്തി തയ്യാറാക്കാം. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് 240 ml കപ്പാണ്. ഇനി കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകാതെ ഒന്ന് കുഴച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കുഴച്ചെടുക്കണം. മിക്സിയിലിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് കുഴച്ചെടുക്കുന്നത്. എന്നാലേ നമുക്ക് ബൂന്തി നന്നായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ കണ്ണുകളുള്ള കണ്ണാപ്പയിലാണ് നമ്മൾ ബൂന്തി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ സ്റ്റീലിൻ്റെ തവിയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തവിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കി തുടങ്ങാം. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. മാവ് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ താഴോട്ട് വീഴും. ഒരുപാടിട്ട് നിറയ്ക്കേണ്ട, കുറേശ്ശെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഒരുപാട് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. ഇനി ഇതെല്ലാം ഒന്ന് വീർത്ത് പൊങ്ങി വരും. അപ്പോഴേക്കും ഇത് നമുക്ക് കോരിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കി മാവ് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യരുത്, എന്നാൽ ഷുഗർ സിറപ്പ് ഇതിൽ നന്നായിട്ട് പിടിക്കത്തില്ല. ഇത് ഹാർഡായി പോകും. അപ്പോൾ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഹാർഡായിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലഡു നമുക്ക് കിട്ടത്തുമില്ല. അത് ഉരുട്ടിയെടുക്കാനും പാടായിരിക്കും. ഇപ്പോൾ ലഡുവിനുള്ള ബൂന്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 120 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. ഇനി ഇത് ഒരു നൂൽ പരുവമാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുൻപ് നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവം വരും. അപ്പോൾ ഓഫ് ചെയ്യാം. ഇതേപോലെ ചെറുതായി ഒട്ടുന്ന ഒരു പരുവം വരുമ്പോൾ ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട പിടിക്കത്തില്ല. ഇനി ഓഫ് ചെയ്ത് വയ്ക്കുക. 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്താൽ മതിയാകും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബൂന്തി ഈ ഷുഗർ സിറപ്പിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ചൂടോടുകൂടി തന്നെ ഇത് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്യാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ തരികളായിട്ട് കൂടി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് മുന്തിരിങ്ങ ഞാൻ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. പിന്നെ ഈ സമയത്ത് നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിന് മുൻപ് കയ്യിൽ കുറച്ച് നെയ്യോ കുറച്ച് വെള്ളമോ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം. കുറച്ച് ബലം കൊടുത്തൊന്ന് ഉരുട്ടിയെടുക്കണം. അങ്ങനെ എല്ലാ ലഡുവും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ എടുക്കുന്നതാണ് നല്ലത്.
2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ അകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ദീപാവലിക്ക് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും അഡ്വാൻസ് ദീപാവലി ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.